എവരിവൺ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു സെക്രട്ടറിനെ അതുപോലെ തന്നെ മിസ്സിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എയ്സ് ആണെങ്കിൽ സെയിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ല, ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടത്. പറഞ്ഞു അത് നിർത്തി വെച്ചിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ നോക്കുന്നുള്ളത് എയ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിക്കുന്നത് എന്തോന്ന് ഇത് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ സെയിന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. നീ ഈ ഒരു ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കഴിക്കുന്നു എന്നാണ് എയ്സ് അവിടെ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവൾ നല്ല രീതിയിൽ ബ്ലഷൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ വേഗം ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് വേണ്ടത്, ഫുഡ് നല്ല വൃത്തിക്ക് കഴിക്കുന്നൊക്കെ എയ്സ് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ വേറൊരു ഗേളിനെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വിശകലനം ചെയ്യാൻ ഓരോ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ ആ ഒരു ഗേളിനോട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. പിന്നെ വേറൊരു ഗേളിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ ഒരു ഗേൾ വേറെ ആരുമല്ല, ഇതിന് മുന്നേ നമ്മുടെ സെയിനും അതുപോലെ തന്നെ ഡേവിനും ഒരു പാർട്ടി വെച്ചിട്ട് ചെറിയൊരു അസുഖവും കാര്യങ്ങൾ ലൈക്ക് ആ ഒരു ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം ചെറിയൊരു ഇത് വന്നിട്ടുണ്ടല്ലോ. സോ അപ്പോൾ ഒരു മരുന്നേറ്റ് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു പെൺകുട്ടിയാണിത്. സോ ഇവളുടെ മൊത്തം എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പാടും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. സോ ഈ പെൺകുട്ടീനെയും വിശകലനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു സീക്രട്ട് ലബോറട്ടറിയാണ് നമ്മുടെ സെയിൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്. ഇനി അന്വേഷിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാവുന്നുള്ളതൊക്കെ നമുക്ക് വഴി അറിയാം കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് സെയിൻ ആണെങ്കിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളവിടെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുക. അത് പെട്ടെന്നായിരുന്നു എയ്സ് വന്നിട്ട് അവളുടെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നത്, ലൈക്ക് ഈ ഒരു പൊസിഷനിൽ പിടിക്കുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവൾ പെട്ടെന്നല്ല റിയാക്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ ഇവർ രണ്ടുപേരും കൂടെ ആ സെക്രട്ടറി റൂംസിൻ്റെ ആ റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് പോകുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൾക്ക് എത്രമാത്രം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവൾ അവിടെ നോക്കുക കേട്ടോ. പക്ഷെ നമ്മുടെ സെയിന് നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ വീഴ്ത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ എത്ര വേണമെങ്കിൽ എന്നെ നോക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എന്നെ വേറെ രീതിയിലൊന്നും ടച്ച് ചെയ്യരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവരിവിടെ നീട്ടിട്ട് ഇങ്ങനെ ഫൈറ്റിൻ്റെ പോലെ നിൽക്കുന്ന സമയത്ത് എയ്സ് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എത്രമാത്രം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, നീ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നില്ല, നീ കുറച്ചും കൂടെ ഒരു അടി കിട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, പക്ഷേ എപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നീ എല്ലാം പതിയെ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ എയ്സ് പറയുന്നുണ്ട്, എപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഉണ്ടാവുമെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെയിൻ ആണെങ്കിൽ പറയുന്നുണ്ട് താങ്ക് യു സുപ്രീമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഇരുന്ന് സംസാരിക്കുന്ന വേറെ ഒന്നല്ല, ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് എന്തിനാണ് സെയിനെ ഈ ഒരു സെക്രട്ടറി പൊസിഷനിലേക്ക് ഇരുത്തിയത്, ഒരുപാട് വേർത്തായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഒരു ഏഞ്ചലിനൊക്കെ മാറ്റിയിട്ടാണല്ലോ അവൾ ഇരുത്തിയത്, അപ്പോൾ ഏഞ്ചലിനൊക്കെ നിർത്തിക്കൂടി എന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഏഞ്ചലിനൊന്നും ഇതിലും കേപ്പബിൾ ആയിട്ടുള്ള ഒരാളല്ല, അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊന്നും നേരിടാന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഏഞ്ചലിനോട് ഭയങ്കര ക്രഷോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളെ മാറ്റിയിട്ട് എന്നെ ആക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അതൊന്നല്ല, അവൾക്ക് ഇങ്ങനെ ഓരോ പ്രവൃത്തിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എനിക്കത് ഇരട്ടി തലവേദനയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിന് സ്യൂട്ടായിട്ടുള്ള ഒരാളെ സജസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രിറ്റ്സ് ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് ഈ ബ്ലഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവളുടെ രീതിയിലുള്ള ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ സ്യൂട്ടാവുന്ന ആൾക്കാർ വരുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവർ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിൻ ആണെങ്കിൽ മരണം ഒരു പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നിനക്ക് സ്വന്തമായിട്ടൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നീ എന്നോടൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇന്നും നീ എന്നെ സംരക്ഷിച്ചാൽ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ തന്നെ അച്ചടി മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനങ്ങ് പറയാത്തത്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിലനിന്ന് പോകുന്നത്, നീ ഇല്ലെങ്കിൽ എനിക്ക് ആ പൊസിഷനേ ആവശ്യമില്ല, നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പൊസിഷൻ നിലനിന്ന് പോകുന്നത്, സോ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുള്ള രീതി പറയുന്നുണ്ട്. നീ അത്രമാത്രം എനിക്ക് സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ അവളോട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം എയ്സ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിനക്കൊരു ഓർഡർ തരുത്തായിരുന്നു. അപ്പോൾ സുപ്രീമോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെയിന് പറയുന്നുണ്ടായിരുന്നു, സുപ്രീമോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ആ ഓർഡർ ഇങ്ങനെ രീതിയിൽ കേൾക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ഇനി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും നീ കേൾക്കരുത്, ഒരാൾ പറയുന്ന ഓർഡറും കാര്യങ്ങളൊന്നും സ്വീകരിക്കരുത്, ഞാനാണ് നിൻ്റെ സുപ്രീമോ, സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ കേട്ടാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ നെറ്റിയിലൊരു കിസ്സും കാര്യം കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നിക്കി നിന്ന് കാണുന്നുണ്ടായിരുന്നു. നിക്കിക്ക് തീരെ പറ്റിയിട്ടില്ല, അവൾ നല്ല ദേഷ്യത്തിലായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ സെയിൻ ആണെങ്കിൽ വാഷ്റൂമിലേക്ക് പോയി കൈ കഴുകിനെ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ നിക്കിയുടെ എൻട്രി. നിക്കി വന്നിട്ട് അവളെ അടിച്ച് താഴേക്കിടുന്നത്, നീയും എയ്സും തമ്മിൽ എന്താണ് റിലേഷൻ, നിങ്ങൾ റിലേഷനിലാണോ എന്നുള്ള രീതിയിൽ, അപ്പോൾ ഇനി നിനക്ക് എന്താണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ സെയിന് ചോദിക്കുന്നുണ്ടായിരുന്നു. നീ എൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിന്നെ അത് ബാധിക്കും, നീ ദയവിരുന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് അവളുടെ കണ്ണിൻ്റെ അടിയിൽ അവൾ നെഗം കൊണ്ട് നല്ല രീതിയിൽ മുറിയാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ നടത്താൻ പോവുകയാണ്. സോ അതിൻ്റെ ഇടയിൽ നീ ഒരു കരിയായി വന്നു കഴിഞ്ഞാൽ, നീയും സുപ്രീമോ ഒന്നിച്ച് എന്നിട്ട് വേറെ രീതിയിലാക്കി കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നീ
കാണും പറഞ്ഞിട്ട് അവളെ നല്ല രീതിയിൽ തന്നെ ഇടിക്കുന്നുണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് നീ എയ്സുമായിട്ടുള്ള എല്ലാ റിലേഷനും നിർത്തിയിട്ട് അവനുമായിട്ടൊരു ഡിസ്റ്റൻസ് പാലിച്ചോ, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സെയിൻ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ എയ്സ് അവളെ കാണുന്നുണ്ട്. പക്ഷേ എയ്സിനോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇനി അവൾ ലൈക്ക് നമ്മുടെ നിക്കിയോടുള്ള ദേഷ്യം കൊണ്ടാണോ എയ്സ് ഇനി എയ്സിനോട് കാണണ്ടെന്ന് പറഞ്ഞതുകൊണ്ടുള്ള അതുകൊണ്ടാണോ മാറിപ്പോകാൻ വേണ്ടി നിന്ന് അവൾ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നേരെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നഴ്സിംഗ് റൂമിലേക്കാണ്. അപ്പോൾ ബാൻഡേജും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. നേഴ്സ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, ഞാൻ നല്ല ഓപ്പണായിട്ട് സംസാരിക്കാൻ പോവുകയാണ്, എനിക്ക് മതിയായി ഇവിടുത്തെ ഒരു ക്രൂരതയും കാര്യങ്ങളും, എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനിവിടെ അത്രയും അകപ്പെട്ട് പോയ ഒരാളാണ്. സോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, നീ നല്ല ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സീൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടും, എന്ത് രീതിയിലാണെങ്കിലും എല്ലാവരും ഇവിടുന്ന് ഒരുമിച്ച് രക്ഷപ്പെടുത്താൻ ഞാൻ എന്ത് കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു നഴ്സ് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല നഴ്സ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, നീയും അതുപോലെ തന്നെ ഡേവും അന്ന് പാർട്ടിക്കിടയിൽ അസുഖബാധിതമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഡ്രിങ്ക്സിൽ വിഷമുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, ഇത് വേറൊരു വിഷമല്ല, നമ്മുടെ ലബോറട്ടറിയിലുള്ള ഒരു സീക്രട്ട് കോമ്പൗണ്ടാണ്, അത് നല്ല പോയിസൺ അടങ്ങിയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. സോ അത് ഇവിടുന്ന് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സോ അത് കാരണമാണ് നിങ്ങൾക്ക് വന്നത്, അല്ലാതെ ആ ഡ്രിങ്ക്സിലോ കാര്യങ്ങളോ യാതൊരു വിധ പോയിസണോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതാരാ വാങ്ങിച്ചത് എന്നുള്ള ഫയല് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ആ നഴ്സാണെങ്കിൽ ആ ഫയലും കാര്യങ്ങളൊക്കെ നമ്മുടെ സെയിനിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാന്നറിയാൻ വേണ്ടിയിട്ട് അവൾ ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ എന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട്. വേറെ ആരില്ല, ആ ഒരു കോമ്പൗണ്ട് ആ ഒരു ലബോറട്ടറിയിൽ നിന്ന് വാങ്ങിച്ചത് ജെറോമാണ്. അപ്പോൾ ജെറോമിൻ്റെ അറിവോടെ ആയിരിക്കും ഇനി ഇവർക്ക് ഡ്രിങ്ക്സിൽ വിഷവും കാര്യങ്ങളൊക്കെ അടങ്ങിയത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ആ ഒരു ലബോറട്ടറിയിൽ നിന്ന് ആ ഒരു കോമ്പൗണ്ട് മേടിച്ചത് എന്തായാലും ജെറോമാണ്. ഇത് നമ്മുടെ സെയിനും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഫയലും കാര്യങ്ങളൊക്കെ നേഴ്സ് ഇവളോട് പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും ആ ഒരു ഡ്രിങ്ക്സ് എന്നല്ല. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ബാഗിലിട്ടിട്ട് ഇവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ആകെ സങ്കടം, കാരണം ഇവിടെ അത്രയും കൂടെ നിന്നിട്ട് ഒരു ഫ്രണ്ടാണല്ലോ. സോ ഫ്രണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് ആലോചിച്ച് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സെയിൻ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് മാറ്റ് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ നോർമലി അവർ സംസാര കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. മുന്നേ നമ്മുടെ മാച്ച് ആണെങ്കിൽ വേറൊരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടിരുന്നു. സോ എന്നിട്ട് പെൺകുട്ടീൻ്റെ ഡാഡാന്ന് വിചാരിച്ച് ബോയ് ഫ്രണ്ടിനോട് പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഭയങ്കര മാസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ കോളായതിനെ കുറിച്ചിട്ട് അങ്ങനെ അവർ ആ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ആ ഒരു രീതിയിൽ ഇവരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നീടാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ട്രൂത്ത് ഓർ ഡെയറും കാര്യങ്ങളും എല്ലാവർക്കും ഒക്കെ ആണെങ്കിൽ ട്രൂത്ത് ഓർ ഡെയർ കളിക്കാനായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഓരോരുത്തരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് മിയേൻ്റെ ഊഴാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിയേനോട് ഡയറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിയൻ ഡയറ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഡേവ് പറയുന്നുണ്ടായിരുന്നു എന്നെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെനസ പറയുന്നുണ്ടായിരുന്നു, കൂടുതലായിട്ടൊന്നും കാട്ടിക്കൂട്ടി നടക്കല്ല, നിൽക്ക് കുറച്ച് നടങ്ങുന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ പറയുന്നു വേണ്ട പാട്ട് പാടിയാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വെനസനോടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഇല്ല എനിക്ക് ക്രഷോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ സെയിനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഡേവിനോടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നിനക്ക് ആ ഒരു പാർട്ടി ഓർമ്മയില്ലേ നമ്മൾ രണ്ടുപേരും അകപ്പെട്ടത്, അപ്പോൾ നീ ആ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോൾ ഡ്രിങ്ക്സ് എവിടെ നിന്നാണ് നീ എടുത്തത്, ഏത് ഐസ് ക്യൂബൊക്കെ നീ എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ കുറേ കുത്തിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡേവ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്ത് ഈ രീതിയിൽ ചോദിക്കുന്നത്, ഞാനവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക്സ് കുടിക്കില്ലേ ചെയ്ത്, നീ എന്താ ഞാൻ കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ ഞാനതിൽ പോയിസൺ കലർത്തി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്, എന്ത് രീതിയിലാണ് സംസാരിക്കുമ്പോൾ. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു അതൊന്നല്ല. എന്നിട്ട് അവൾ കുറേ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് ഐസ് ക്യൂബ് കാര്യങ്ങളൊക്കെ എടുത്തെന്നുള്ള രീതിയിൽ ആ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളിങ്ങനെ ഓരോരുത്തർ ഇവൾ ആ ഒരു ടോപ്പിക്ക് അവിടെ എടുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇവനോട് ചോദിച്ചത് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് വീണ്ടും നമ്മുടെ സെയിൻ ആണെങ്കിൽ ഡേവിനോട് ഈ ഒരു കാര്യങ്ങൾ കുത്തി ചോദിക്കുമ്പോൾ അവൻ പറയും നീ എന്തെങ്കിലും എന്നോട് ചോദിക്കും, ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ ഉണ്ടല്ലോ, നീ എന്തെങ്ങനെ ആക്കണം ചോദിക്കുമ്പോൾ അവളിങ്ങനെ എല്ലാവരോടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊരു ദിവസം ഓർമ്മയുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ജെറോമിനോട് ചോദിക്കുന്നുണ്ട് ജെറോം നിനക്ക് ആ ഒരു ഡേ ഓർമ്മയുണ്ടായിരുന്നോ, നീ ആ സമയത്ത് എവിടെയായിരുന്നു എന്തായിരുന്നു എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ജെറോമിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ ബൈ.